പെൻഷനായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ നമുക്ക് വാർത്തയിലേക്ക് പോകാം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പട്ടികയിൽ തനത് പരിശോധന നടത്താൻ തീരുമാനിച്ച ധനവകുപ്പ്. തദ്ദേശ വകുപ്പിന്റെ അനുമതിയോടെയായിരിക്കും പട്ടിക പരിശോധിക്കുക. പെൻഷൻ വിതരണത്തിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് വാർത്തയെ തുടർന്നാണ് ധനവകുപ്പിന്റെ ധൃതി പിടിച്ചുള്ള നീക്കം. വാർഡ് വകുപ്പിലാണ് പരിശോധന നടത്തുക. നിശ്ചിത പരിമിതി വെച്ച് വാർഡനുസരിച്ച് പരിശോധന നടത്തുന്ന മൂലം അർഹതയായ ജനങ്ങളെ വേഗത്തിൽ കണ്ടെത്താനും ഇത് സഹായകരമാകും. പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഇനി 2 മാസത്തെ പെൻഷൻ തുകയായ നവംബർ-ഡിസംബർ കാലഘട്ടത്തിലെ 3200 രൂപ വിതരണം ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ നവംബർ 6 വിതരണം തുടങ്ങി ഇതുവരെ കിട്ടാത്ത ജനങ്ങളുടെ സുപ്രധാന അറിയിപ്പ് എത്തി. പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതാണ്. സ്റ്റാറ്റസ് പരിശോധിച്ച് പെൻഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ആധാർ ID, പാൻ കാർഡ് എന്നിവ നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സേവന സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് എല്ലാ മാസം 1 തൊട്ട് 20 വരെ കാലയളവ് നൽകാറുണ്ട്. നാളെ ഡിസംബർ 1 തൊട്ട് 20 വരെ ടൈമുണ്ട്. അതിനുള്ളിൽ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതാണ്. രേഖ സമർപ്പിക്കാത്തതും തുടർച്ചയായി അക്കൗണ്ട് നിർജ്ജീവപ്പെടുക തന്നെ ചെയ്യും. ആനുകൂല്യം മുടങ്ങുക തന്നെ ചെയ്യും. ഇതോടുകൂടി ഇവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. വിധവ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വാർത്തകളാണ്. വിധവ പെൻഷൻ വാങ്ങുന്ന പുനർവിവാഹിതരെല്ലാം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. എല്ലാ മാസവും ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഹാജരാക്കണം. വിവാഹം കഴിഞ്ഞവർ ഇത്തരം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിയാത്തവർ കുഞ്ഞവർക്കാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. 60 വയസ്സിന് മുകളിലുള്ള താഴെയുള്ള സ്ത്രീകൾ ഇത് ശ്രദ്ധിക്കണം. മറ്റൊരു അറിയിപ്പ്, ആധാറോട് ചേർത്ത് തുക പറ്റുന്ന ബാങ്ക് അക്കൗണ്ട് 7 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് തുക മുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജനങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്ര അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അടുത്ത വാർത്തയായിട്ട് വീണ്ടും കാണാം എന്ന ശുഭാപ്തി പ്രതീക്ഷയുടെ വിഷ്ണു ക്രിയേഷൻസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചാനൽ.